കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ ട്വിസ്റ്റ്. സ്വർണ്ണക്കടത്തുകാരായ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹിയും പരപ്പനങ്ങാട് സ്വദേശി സാദിഖ് പിയും പിടിയിലായിട്ടുണ്ട്. സ്വർണം പൊട്ടിക്കാൻ കാത്തുനിന്ന 5 സംഘങ്ങളെ വെട്ടിച്ച് സൽമാനും സാദിഖും കള്ളക്കടത്ത് സ്വർണം വീതം വെച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് സൽമാൻ സാലിഹിനെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. അർജുൻ നായരുടെ കൂട്ടാളികളും സ്വർണം പൊട്ടിക്കാൻ കാത്തുനിന്നവരിലുണ്ട്. സ്വർണം വരുന്ന വിവരവും ഇറങ്ങുന്ന പ്ലെയിനും അടക്കം രഹസ്യമായ വിവരങ്ങൾ പൊട്ടിക്കലുകാർക്ക് ചോർത്തിക്കൊടുക്കാൻ ഒരു വൻ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹ്, പരപ്പനങ്ങാടി സ്വദേശി സാദിഖ് പി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിദ്ദയിൽ നിന്ന് സ്വർണവുമായി വന്ന മുഹമ്മദ് സൽമാൻ സാലിഹ് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെയും കബളിപ്പിച്ച് കടന്നുകളയുകയായിരുന്നു. മുഹമ്മദ് സൽമാൻ സാലിഹിനെ കാണാനില്ലെന്ന് കുടുംബം കരിപ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സൽമാൻ സാലിഹ് സ്വർണവുമായി മുങ്ങിയെന്ന് മനസ്സിലായത്. തനിക്ക് സ്വർണം തന്നുവിട്ടയാൾ പറഞ്ഞ വ്യക്തിക്ക് കൈമാറാതെ അർജുനായങ്കിയുമായി 40 ലക്ഷം രൂപയ്ക്ക് ഇടപാട് നടത്താനായിരുന്നു സൽമാൻ സാലിഹിന്റെ ആദ്യ പദ്ധതി. അതിനായി അർജുനായങ്കിയുടെ സുഹൃത്ത് അഭിജിത്ത് പറയുന്നയാൾക്ക് സ്വർണം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അർജുൻ ആയങ്കിയുടേതുൾപ്പെടെ 5 സംഘങ്ങളാണ് മുഹമ്മദ് സൽമാൻ സാലിഹ് കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിക്കാൻ വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്നത്. അതിൽ 13 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടയിലാണ് പരപ്പനങ്ങാടി സ്വദേശിയും സൽമാൻ സാലിഹിന്റെ സുഹൃത്തുമായ സാദിഖ് പി മറ്റൊരു പദ്ധതി തയ്യാറാക്കുന്നത്. നിലമ്പൂർ സ്വദേശിയായ ഷബി എന്നയാൾക്ക് സ്വർണം കൈമാറാമെന്നും അത് എല്ലാവർക്കും തുല്യമായി വീതിച്ചെടുക്കാമെന്നുമായിരുന്നു പ്ലാൻ. എയർപോർട്ടിലെത്തിയ സൽമാൻ സാലിഹിനെ പുറത്ത് കാറിൽ കാത്തുനിന്ന ഷബിയും മറ്റൊരു സുഹൃത്തും കൂട്ടിക്കൊണ്ട് എറണാകുളത്തേക്ക് കടന്നു. തുടർന്ന് ട്രോളി ബാഗ് കുത്തിപ്പൊളിച്ച് അതിനകത്തുള്ള സ്വർണം പങ്കിട്ടു എന്നാണ് വെളിപ്പെടുത്തൽ. കള്ളക്കടത്ത് സ്വർണം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.